ഈ ടാസ്കിനകത്ത് നെവിൻ നല്ലതുപോലെ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അനുമോള് ആദിലയോടും നൂറയോടും ചോദിക്കുകയാണ്. നോക്കിയേ വന്നിട്ട് അങ്ങ് പോയി അങ്ങ് ടാസ്കും കളഞ്ഞേച്ച്. അതെന്താടി അങ്ങനെ കാണിക്കുന്നത്? വളരെ മോശമായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. മുമ്പൊക്കെ നല്ലതുപോലെ കളിക്കുമായിരുന്നെന്ന് അനുമോള് പറയുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങളെ 2 ടീമിനെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നെന്ന് അനുമോള് പറയുന്നുണ്ട്. നിങ്ങൾ ആ ബോട്ടിലെടുത്ത് ഊതുന്നു, പിന്നെ നെഞ്ചത്ത് വെക്കുന്നു, അങ്ങനെയൊക്കെ വെക്കാൻ പാടുണ്ടോ? ഹൈജീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നൂറ പറയണം അതൊക്കെ ചളുക്കുന്നു മോളെ, പിന്നെ എവിടെ വെക്കും? അതിനകത്ത് ജ്യൂസ് നിറയ്ക്കാനുള്ള ബോട്ടിലല്ലേ, പിന്നെ കഴുകിക്കൊണ്ട് വന്നിട്ടും പിന്നെ അതിനകത്ത് ഊതുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കളിയാക്കിയതാ ഞാൻ, നീ ഒരുപാട് കഷ്ടപ്പെടുന്നു പാവമെന്ന്. അത് നീ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിന്നെ കളിയാക്കിയതാ. അനുമോള് പറയുന്നുണ്ട് ഒരു ബോട്ടിലാണെങ്കിലും ശരി തന്നെ ആ ബോട്ടിലിനകത്ത് ചളുക്കോ അടയാളങ്ങളോ പൊടി പോലും കാണാൻ പാടില്ലായിരുന്നു. അതായിരുന്നു ടാസ്ക്. അന്നേരം അതിലേയും നൂറയും കൂടെ പറയുകയാണ് ഞങ്ങൾ എവിടെ കൊണ്ട് കിടക്കുന്നു, പിന്നെ കൈ വെക്കാനല്ലേ പറ്റത്തുള്ളൂ. ഒരെണ്ണമായാലും മതിയായിരുന്നു. നിങ്ങൾ ഈ ആക്രാന്തം പിടിച്ചിട്ട് എല്ലാം കൂടെ എടുക്കാൻ പോയതാണ് പ്രശ്നമായി മാറിയതെന്ന് അനുമോള് പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് ഓണർ എടുത്തു പോയപ്പോൾ ഓണർ പറയുന്നത് മാക്സിമം ബോട്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കോയിൻ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ മണ്ടൻ. പിന്നെ ഫസ്റ്റ് ആരും എടുത്തുകൊണ്ട് പോയില്ലായിരുന്നോ, പിന്നെ നിങ്ങൾക്ക് തന്നില്ലായിരുന്നോ, അത് ഏറ്റവും വലിയ മണ്ടത്തരമായിപ്പോയി. നിങ്ങൾ ആദ്യമേ തന്നെ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യണമായിരുന്നു. ആരായാലും പോയി എടുത്തോട്ടെ, പതുക്കെ ഓരോരുത്തരായിട്ട് പോയി എടുത്തെങ്കിൽ ഒരു ബോട്ടിൽ പോലും കേടുവരാതെ ഇരുന്നേനെയായിരുന്നു. നമ്മൾ മുട്ട എടുക്കൂലേ, മുട്ട എടുക്കുമ്പം ഒന്നിനകത്ത് തട്ടാതെ പൊട്ടാതെ നമ്മൾ എടുക്കത്തില്ലേ, അതുപോലെ എടുക്കണമായിരുന്നു. മണ്ടി എന്നാൽ ടാസ്കിലോട്ട് വന്ന് ആദില പറയുന്നുണ്ട് നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ബോട്ടിൽ കളക്ട് ചെയ്ത് ആ ബോട്ടിൽ എത്ര ആയാലും അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് കോയിൻ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും അവരവരുടെ ടാസ്ക്കാണ് വലുത്, അന്നേരം വേറൊന്നും ആരും ശ്രദ്ധിക്കത്തില്ലെന്ന് ആദിലയും നൂറയും കൂടെ പറയുക. കോയിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു, അതേ എനിക്കറിയത്തുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട്. നല്ലത് കൊടുത്താലേ കോയിൻ കിട്ടത്തുള്ളൂ. അയാളിന്ന് കാണിച്ച എന്ത് പണിയാണെന്ന് എനിക്കറിയത്തില്ല. അത് ജിഷിനാണ്. അയാളിന്ന് മൊത്തം അവിടെ ഫേവറിസമാണ് കാണിച്ചത്. അയാളെല്ലാം ചളുങ്ങിയ ബോട്ടിലിനെല്ലാം അയാൾ എന്തിനാ ഇത് ചെയ്തത്? അനുമോള് പറയുന്നുണ്ട് ഇന്ന് ജിഷിൻ ചേട്ടൻ ലെമണിന് 5ഉം മറ്റേ നിങ്ങൾക്ക് 3ഉം തന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. എന്തിനാ അങ്ങനെ കൊടുത്ത്? ആദില പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും കിടന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്.